ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഹൃദയം നുറുങ്ങിയവരാണോ? ജീവിതമാകെ തകർന്നിരിക്കുകയാണോ? ഏതെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ ഞെരുക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ജീവിതത്തിൽ നേരിടുന്ന ഈ ദുരിതപർവങ്ങളിൽ തട്ടിത്തകർന്നു പോകും നമ്മുടെ ജീവിതമെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലേക്ക് മുഖം തിരിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് കൈവിടുക. കീർത്തനം 34:18 വചനം ക്രിസ്തുവിൽ നിറവേറിയിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ വേദനകൾ അറിയുകയും നമ്മുടെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകളെ സ്വീകരിക്കാൻ തന്റെ ഹൃദയം തുറക്കുകയും ചെയ്തവനാണ്. സങ്കീർത്തനം 147:3 ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കൊണ്ട് സങ്കീർത്തകൻ പറയുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൽ സാധ്യമായൊരു കാര്യത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ ഇവിടെ പറയുന്നത്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 17 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചുകൊണ്ട് സിനഗോഗിൽ വെച്ച് ഏശയുടെ പ്രവചനം വായിക്കുന്നുണ്ട്. അവന് നൽകപ്പെട്ട വചനം ദരിദ്ര സുവിശേഷം അറിയിക്കുമെന്ന ഭാഗമാണ്. ഏശയ പ്രവചകൻ പറഞ്ഞ വചനത്തെ പുതുക്കിക്കൊണ്ടാണ് യേശു ആ വചനം വായിക്കുന്നത്. ഏശയ പ്രവചനത്തിൽ നമ്മളിങ്ങനെ കാണും, ഹൃദയം നുറുങ്ങിയവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും വെളിപ്പെടുത്താനും വിലപിക്കുന്നവരെ സമാശ്വസിപ്പിക്കാനും ഞാൻ അയക്കപ്പെടുന്നു. യെശയ്യാ പ്രവചനത്തിൽ ദൈവത്തിന്റെ പ്രതികാര ദിനം എന്നുള്ള ഭാഗം ക്രിസ്തു പ്രഘോഷിക്കുമ്പോഴില്ല. അവിടെ നിന്ന് പറയുന്നത് കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ താൻ വന്നിരിക്കുന്നുവെന്നാണ്. ഈശ്വരനും പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തു സമാശ്വാസമായി, നുറുങ്ങിയ ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തുന്നവനായി, നമ്മിൽ വസിക്കുന്നവനായി, നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രതയിൽ ഇടപെടുന്നവനായി നമ്മോടുകൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, നിങ്ങൾ എവിടെയെല്ലാം മുറിവേറ്റിട്ടുണ്ടോ, നിങ്ങൾ എവിടെയെല്ലാം തകർന്നിരിക്കുന്നുവോ, നിങ്ങൾ എവിടെയെല്ലാം ഒറ്റപ്പെടുന്നുവോ, നിങ്ങൾ എവിടെയെല്ലാം അപമാനിക്കപ്പെടുന്നുവോ, നിങ്ങൾ എവിടെയെല്ലാം എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടമായി എല്ലാവരാലും നിഷേധിക്കപ്പെടുന്നവരായി മാറുന്നുണ്ടോ, അവിടെ ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ തകർച്ചകളും വേദനകളും ദുരിതങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അസഹ്യമായ അനുഭവമാണ്. മാനുഷികതയുടെ പരിമിതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ ഭൗതികമായ ലോകത്ത് നാം അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും എല്ലാ തകർച്ചകളും വാസ്തവത്തിൽ നമ്മെ നയിക്കുന്നത് ദൈവാനുഭവത്തിലേക്കാണ് എന്ന് നാം തിരിച്ചറിയണം. ആത്മീയമായ തകർച്ചകൾ പോലും പാപാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഇങ്ങനെ എല്ലാവരാലും കൈവിടപ്പെട്ട് എല്ലാറ്റിനാലും തിരസ്കരിക്കപ്പെട്ട് ഈ ലോകം തന്നെ അന്യമായി പോകുന്ന ജീവിതത്തിന്റെ ദുരിത മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സാമീപ്യമാണ്. ഓരോ തകർച്ചയും ഓരോ കണ്ണുനീരും ദൈവത്തെ അനുഭവിക്കാനുള്ള ഇടങ്ങളാണ്. എവിടെയെല്ലാം മറ്റുള്ളവരാൽ നാം അവഗണിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്നുവോ, നമുക്ക് തന്നെ നമ്മോട് അവജ്ഞയും പുച്ഛവും തോന്നുന്ന രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ ഏറ്റവും പതിതമായ അവസ്ഥയിൽ കണ്ടുമുട്ടുന്നുവോ, അവിടെ അകത്തേക്ക് തിരിയണം. അകമേ ഒരുവൻ വസിക്കുന്നു, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ, നിങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നവൻ, നിങ്ങളുടെ പാപവിമോചകൻ, തകർച്ചകളിൽ നിന്നുള്ള മോചനവും ഉദ്ധാനവുമായി ഒരുവൻ അകമേ വസിക്കുന്നു. അതുകൊണ്ട് അകമേ വസിക്കുന്ന അവനെ തിരിച്ചറിഞ്ഞും അവനിലേക്ക് തിരിഞ്ഞും അവനിൽ ജീവിച്ചും ഈ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ലോകത്തിന്റെ പ്രകാശമായി നിങ്ങളും ഞാനും മാറേണ്ടതുണ്ട് എന്ന പരമാർത്ഥം ഓർക്കണം. ഭൗതികമായ തകർച്ചകളെക്കാൾ ഒരുവനെ വലയ്ക്കുന്നത് ആത്മീയമായ തകർച്ചകളാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിതമായി എന്ന സത്യം തിരിച്ചറിയാതെ ലോകത്തിലും പാപത്തിലും മുഴുകിപ്പോകുന്ന ഹൃദയം അനുഭവിക്കുന്ന അസ്വസ്ഥത ദൈവം അന്യമായി പോകുന്ന അവസ്ഥയാണ്. ഹൃദയേശ്വരനായ ഒരുവനെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയാതെ പോകുമ്പോഴുണ്ടാകുന്ന പതിതാവസ്ഥയേക്കാൾ ഭീകരമായി മറ്റൊന്നില്ല. ലോകത്ത് മനുഷ്യൻ ദൈവാഭിമുഖ്യം നഷ്ടപ്പെടുമ്പോൾ പതറിപ്പോകുന്നുണ്ട്, അവന്റെ ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ട്, അവൻ ഈ ലോകത്ത് അസ്വസ്ഥചിത്തനായി ആശ്വാസം അനുഭവിക്കാത്തവനായി വലയുന്നു. സ്വന്തം യുക്തിയെ ദൈവമായി പരിഗണിക്കുമ്പോഴും തന്റെ അറിവുകളെയാണ് താൻ ആശ്രയിക്കേണ്ടത് എന്ന ബോധ്യത്തിൽ ഒരാൾ ജീവിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത്തരം വേദനാകരമായ ഒരു അനുഭവമാണ്. അയാളുടെ ജീവിതത്തിലെ അസംഖ്യങ്ങളായ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താനാവാതെ ഹൃദയം വിഹുലമാകുന്നുണ്ട്, അസ്വസ്ഥമായി പോകുന്നുണ്ട്. അങ്ങനെ അസ്വസ്ഥമായി പോകുന്ന സമയത്ത്, ഹൃദയം തകരുന്ന സമയത്ത്
ലോകത്തിന്റെ എല്ലാ ശക്തികളും തനിക്കെതിരാണെന്ന് കരുതുന്ന സമയത്ത് ഹൃദയേശ്വരനായി അവനിലേക്ക് തിരിയാനായാൽ നിശ്ചയമായും ആശ്വാസം ലഭിക്കും. യേശുവിൽ നമുക്ക് കൈവരുന്ന കൃപ അതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പതിതാവസ്ഥയിലും അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് നമ്മെ സൗഖ്യപ്പെടുത്തുന്നവനായി, വിമോചിപ്പിക്കുന്നവനായി, നമ്മെ ആശ്വസിപ്പിക്കുന്നവനായി, സ്വാതന്ത്ര്യം നൽകുന്നവനായി, രക്ഷ നൽകുന്നവനായി അവൻ കൂടെയുണ്ട്. അവനെ തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ഈ തകർച്ചകളെല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. ജീവിതത്തിലെ ഏതവസ്ഥയും നമ്മോട് ആവശ്യപ്പെടുന്ന ക്രിസ്തുവിലേക്ക് തിരിയുമെന്നാണ്. അതുകൊണ്ട് തകർച്ചകളെയും വേദനകളെയും അസ്വസ്ഥതകളെയും ഒക്കെ തള്ളിമാറ്റാനുള്ള ശ്രമങ്ങൾക്ക് പകരം അവ നമ്മോട് ആവശ്യപ്പെടുന്ന ക്രിസ്തുവിലേക്കുള്ള മനംതിരിച്ചിൽ, അതാണ് യഥാർത്ഥത്തിൽ രക്ഷാനുഭവത്തിന് ആവശ്യമായിട്ടുള്ളത്. അത് ഒരു അടിയന്തര ആവശ്യമാണ്. നിങ്ങൾ ഇന്ന് അത് ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ അത് ചെയ്യുന്നുവെങ്കിൽ ഇതാണ് നിങ്ങളുടെ സമയം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 2-ാം തിരുവചനം നമ്മോട് പറയും, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് സ്വീകാര്യമായ സമയം, കർത്താവിലേക്ക് തിരിയാനുള്ള സമയം, ഇതാണ് രക്ഷയുടെ ദിവസം. ഈ മണിക്കൂറിൽ, ഈ സമയത്ത് കർത്താവിലേക്ക് ഹൃദയം തിരിക്കാനിടയാകണം. നിങ്ങളുടെ അകമേ വസിക്കുന്ന ഒരുവനെ, നിങ്ങളുടെ ജീവനും രക്ഷയുമായ ഒരുവനെ തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യം അനുഭവിക്കാനിടയാകണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏതവസ്ഥയും, ആത്മീയവും ഭൗതികവുമായ ഏത് തകർച്ചയും, ഏത് അസ്വസ്ഥതയും ക്രിസ്തുവിനെ നോക്കാനുള്ള വിളിയാണ് എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. പാപാവസ്ഥയിലായി പോകുമ്പോൾ പലരും തകർന്നു പോവുകയാണ്. ഇനി രക്ഷയില്ല, വിമോചനമില്ല, പാപം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ചെയ്തു പോകുന്ന പാപത്തിന്റെ പരമ്പരകൾക്കകത്ത്, തുടർക്കഥകൾക്കകത്ത് പെട്ടുപോവുകയാണ് പലപ്പോഴും. അങ്ങനെ ആയിത്തീരുമ്പോൾ തനിക്ക് ഇതിൽ നിന്നൊരിക്കലും മോചനം ലഭിക്കില്ല, താൻ പാപത്തിന് അടിമയാണ് എന്നയാൾ തെറ്റിദ്ധരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 34-ാം തിരുവചനത്തിൽ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന വചനം ഉദ്ഘോഷിച്ചുകൊണ്ട് പലപ്പോഴും പ്രഘോഷകർ പറയുന്നു, നിങ്ങൾ പാപത്തിന് അടിമകളാണ്. എന്നാൽ തുടർന്ന് വരുന്ന വചനങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അടിമക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ പാപത്തിൽ വീഴുകയും പാപത്തിന്റെ കെട്ടുകൾ നിങ്ങളെ ഞെരുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാര്യം തിരിച്ചറിയണം, നിങ്ങൾ വിമോചനത്തിലാണ്. യേശുക്രിസ്തു നിങ്ങളെ വിമോചിപ്പിച്ചിട്ടുണ്ട്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. കുരിശിൽ അവൻ പാപികൾക്ക് വേണ്ടി പരിഹാര ബലിയായി യാഗം ചെയ്തപ്പോ, അവന്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിച്ചപ്പോ അവൻ അടിമത്വത്തിൽ നമ്മെ വിമോചിപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും നമുക്ക് കർത്താവിലേക്ക് തിരിയാൻ കഴിയും. നമ്മുടെ ഹൃദയത്ത് പാപം ഒരു അസ്വസ്ഥത ജനിപ്പിക്കുന്നുണ്ട് എന്നത് തന്നെ നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായി യോജിച്ച് ചെയ്യുന്നൊരു പ്രവൃത്തി നാം അനുഭവിക്കുന്നതിന്റെ അടയാളമാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പാപത്തെ കൈവിടാൻ കഴിയുന്നില്ല എന്ന് ഹൃദയം ബോധ്യപ്പെടുമ്പോഴൊക്കെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ് നാം കാണുന്നത്, ദൈവത്തിന്റെ സ്വരമാണ് നാം കേൾക്കുന്നത്. ക്രിസ്തു നമ്മെ വിളിക്കുന്നതിന്റെ അടയാളമാണ് ഹൃദയത്തിലുണ്ടാകുന്ന ഈ എരിച്ചിൽ. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, പാപകരമായ അവസ്ഥയിലായിരിക്കുമ്പോൾ പോലും കൈവിടാതെ കൂടെ വരുന്ന രക്ഷയുടെ സ്വീകാര്യമായ വത്സരം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് തിരിയാനുള്ള മുഹൂർത്തമാണ് ഈ നിമിഷം. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് തിരിയുക. ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ കഴിയാത്ത തരത്തിൽ എത്രത്തോളം ഗൗരവമായ കെട്ടുകളാണ് നിങ്ങളുടെ മേലുള്ളതെങ്കിലും ക്രിസ്തുവിലേക്ക് തിരിയുക. അവന്റെ മുഖത്തേക്ക് നോക്കുക. ആ കള്ളൻ നോക്കിയതുപോലെ, കള്ളൻ അനുദപിക്കുന്നില്ല, കള്ളൻ അവനിലേക്ക് നോക്കി. യേശുവിനെ കുറിച്ച് അവനറിയാം. അവൻ പറഞ്ഞു, ഇവൻ പരിശുദ്ധൻ, ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല, നമ്മൾ ആകട്ടെ തെറ്റ് ചെയ്തവരാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ക്രിസ്തുവിനോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, നീ എന്നെ നിന്റെ രാജ്യത്തിൽ എത്തിച്ചേരുമ്പോൾ ഒന്ന് ഓർക്കണം. നിന്റെ രാജ്യത്തിൽ നീ വരുമ്പോ, നീ മഹിമയോടെ വരുമ്പോ, നീ അധികാരത്തിൽ വരുമ്പോ നീ എന്നെ ഒന്ന് ഓർക്കണം. യേശു അവനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും എന്നാൽ ആദ്യത്തെ സന്തോഷത്തിലേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകുന്നുവെന്നാണ്. പറുദീസ എന്നത് ആദ്യത്തെ സന്തോഷമാണ്, ദൈവത്തോടൊപ്പമായിരുന്ന അവസ്ഥയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. താഴെ നിന്ന് ശിഷ്യന്മാരെയോ സ്വന്തം അമ്മയെയോ പോലുമല്ല ക്രിസ്തു ആദ്യമായി പറുദീസയിലേക്ക് കൊണ്ടുപോകുന്നത്, ഈ കള്ളനെയാണ്. ഈ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ടവരിൽ ഒരുവൻ അവനിലേക്ക് നോക്കി അവന്റെ പ്രകാശം സ്വീകരിച്ചു. ലോകത്തിന്റെ പ്രകാശം അവന്റെ മേൽ പതിച്ചപ്പോ അവൻ പറുദീസാനുഭവത്തിലേക്ക് വരികയാണ്. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതാവസ്ഥകളുടെ പരിതാപം, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ അപരിഹാര്യമായ വീഴ്ചകൾ, അവയിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ക്രിസ്തുവിലേക്ക് മുഖം തിരിക്കാൻ നമുക്ക് പറ്റണം. നാം ഇങ്ങനെയൊക്കെയാണ്, കുറവുള്ളവരാണ് എന്നത് അറിയുമ്പോൾ തന്നെ കുറവില്ലാത്തൊരുവൻ അകമേ ഉണ്ടെന്നും അവൻ രക്ഷകനാണെന്നും വിമോചകനാണെന്നും തിരിച്ചറിഞ്ഞ് അവനിൽ
അവനിലേക്ക് തിരിയാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. ആ ആത്മാവ് പ്രയോഗക്ഷമമല്ല എന്ന് കരുതരുത്, പ്രവർത്തന നിരതമല്ല എന്ന് കരുതരുത്. അനുനിമിഷം നമ്മെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആനയിക്കാനും രക്ഷയുടെ സന്തോഷം അനുഭവിപ്പിക്കാനും വേണ്ടി നിരന്തരം വിശുദ്ധീകരണ അനുഭവത്തിന്റെ പാതകൾ തുറന്നുകൊണ്ട്, നീർച്ചാലുകൾ തുറന്നുകൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്നവരായി നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് നാം പാപാവസ്ഥയിലാണെങ്കിൽ പോലും നാം തകരുകയല്ല വേണ്ടത്, ക്രിസ്തുവിലേക്ക് മുഖം തിരിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അത് പറയുന്നുണ്ട്. നന്മ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല, നന്മ ഇച്ഛിക്കാൻ എനിക്ക് കഴിയും, പക്ഷെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എന്നിൽ പാപം വസിക്കുന്നു എന്ന കാര്യം ഞാൻ അറിയുന്നു. എന്നിൽ വസിക്കുന്ന പാപമാണ് പ്രവർത്തിക്കുന്നത്, നന്മ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം ആദിയായ 13 തിന്മകൾ ഉള്ളിൽ നിന്ന് വരുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്, ഉള്ളിൽ നിന്നാണ് തിന്മകൾ വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകണമെന്നില്ല, അകത്തേക്ക് ചെല്ലുന്നതെല്ലാം അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. നമ്മുടെ അധരത്തിൽ നിന്ന് വരുന്നത് ഹൃദയത്തിലെ തിന്മകളാണ്, അകമേ നിന്നാണ് തിന്മകൾ വരുന്നത്. ഈ തിന്മകൾ നമ്മെ അശുദ്ധരാക്കുന്നു, ഈ തിന്മകൾ നമ്മെ അശുദ്ധരാക്കുന്നു. പക്ഷേ ഹൃദയത്തിന്റെ രാജാവായി ക്രിസ്തു അനുഭവമായാൽ, അവിടെ ക്രിസ്തു ഭരണം നടത്തിയാൽ നിശ്ചയമായി നമുക്കതിൽ നിന്ന് മോചനം ഉണ്ടാകും. അപ്പൊ അകമേ ആദ്യമേ തിരിച്ചറിയേണ്ടത് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം ആദിയായ 13 തിന്മകൾ നമ്മുടെ അകത്തുണ്ട്. ആ 13 തിന്മകൾ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന നമ്മെ കൊണ്ട് തിന്മ ചെയ്യിക്കും വിധം ശക്തമാണെന്നും എന്നാൽ അവയെ ജയിക്കാൻ ക്രിസ്തുവിൽ നമുക്ക് സാധ്യമാണെന്നുമാണ്. അതുകൊണ്ട് റോമർ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 24-25 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കും, ഞാൻ എത്ര ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും, ഈ പാപാവസ്ഥയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്നൊരു സ്ലീഹ പറയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനിലാണ് വിമോചനം. അവൻ അകമേയുണ്ടെന്ന ധാരണ, അവൻ അകമേയുണ്ടെന്ന ബോധ്യം തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നാം അനാഥരെ പോലെ അസ്വസ്ഥരായി അലയുന്നത്, നാം ഗതി കിട്ടാത്തവരെ പോലെയാകുന്നത്, പാപത്തിന് അടിമയാണ് തെറ്റിദ്ധരിക്കുന്നത്. ക്രിസ്തുവിലുണ്ടായ വിമോചനം നാം അനുഭവിക്കണം. അകമേ ക്രിസ്തു വസിക്കുന്നു ഏതവസ്ഥയിലാണെങ്കിലും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ നീതി നിമിത്തം ജീവിക്കും. നിങ്ങളുടെ അകമേ ക്രിസ്തു ഉണ്ടെന്ന പരമാർത്ഥം ഓർക്കുക. കള്ളൻ കുരിശിലേക്ക് നോക്കിയതുപോലെ ഹൃദയത്തിനകത്തേക്ക് നോക്കുക. അവൻ രാജാവായി വാഴുന്നുണ്ട്. നിങ്ങൾ അവനെ സ്വീകരിക്കാത്തപ്പോഴും അവന്റെ ഇഷ്ടത്തിനായി തീരാത്തപ്പോഴും അവൻ നിങ്ങളുടെ അകത്ത് രാജാവ് തന്നെയാണ്. അവൻ നിങ്ങളെ ഭരിക്കുന്നവനാണ്. അവന്റെ ഭരണത്തിലേക്ക് മുഖം തിരിക്കുക, അവന്റെ പ്രകാശത്തിലേക്ക് മുഖം തിരിക്കുകയാണ് ആവശ്യം. അവനിലേക്ക് മുഖം തിരിക്കുമ്പോൾ നാമും പ്രകാശിതരായിത്തീരും. നമ്മുടെ സ്വാഭാവിക പ്രകൃതി ദുഷ്ടതയിലേക്ക് തിരിഞ്ഞതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയം എപ്പോഴും തിന്മയിലേക്ക് നോക്കിയിരിക്കുന്നതാണെന്നും കർത്താവ് കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അവിടെ നിന്ന് പരിതപിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു. ചിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും തിന്മയിലേക്ക് ഉന്മുഖമായ ഒരു ഹൃദയത്തോടെയാണ് ഭൂമി ജീവിക്കുന്നത്. രക്ഷ ക്രിസ്തുവിൽ കരഗതമായിട്ടും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നാം മരിച്ചു കഴിഞ്ഞിട്ടും, കൊളോസ്യർ 2:20 പറയുന്നത് പോലെ, നാം മരിച്ചു കഴിഞ്ഞിട്ടും നാം സ്വർഗത്തിലുള്ളവയെ ലക്ഷ്യമാക്കാതെ ഭൂമിയിലുള്ളവയിലേക്ക് മുഖം തിരിച്ച് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ലോകത്തിന്റെ ക്രമവിരുദ്ധമായ സ്നേഹങ്ങളിൽപ്പെട്ടുകൊള്ളുകയാണ്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തു അകമേയുണ്ട് എന്ന പരമാർത്ഥമാണ്. യേശു എന്നെ കൈവിടുന്നില്ലെന്ന പരമാർത്ഥമാണ്. എപ്പോഴാണ് ക്രിസ്തുവിനോട് നമുക്ക് സ്നേഹം പ്രഖ്യാപിക്കാനാകുക? നന്മ ചെയ്യുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ഒരുവനാണോ ക്രിസ്തു? നാം തെറ്റിപ്പോകുമ്പോഴും കാലിടറുമ്പോഴും വീണു പോകുമ്പോഴും നാം ദൈവത്തെ വിമർശിക്കുമ്പോഴും എതിർക്കുമ്പോഴും നമ്മെ കൈവിടാത്ത ഒരുവനാണ്. 18 വർഷം ദൈവമില്ല എന്ന് പഠിപ്പിച്ചിട്ടും എന്നോട് കാണിച്ചത് കാരുണ്യമാണ്, എന്നോട് കാണിച്ചത് സ്നേഹമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം പറയുന്നുണ്ട്, നിയമം തിന്മകൾ വർദ്ധിപ്പിക്കാൻ കാരണമായി. നിയമത്തെക്കുറിച്ചുള്ള ബോധം അങ്ങനെയാണല്ലോ. നാം സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെടുമ്പോൾ എങ്ങനെയെങ്കിലും കയറിപ്പോകാനാണ് ശ്രമിക്കുക. ഒരു സിഗ്നൽ കാണുമ്പോൾ മറികടക്കാനാണ് നമുക്ക് ഓർമ്മ വരിക. എവിടെയെങ്കിലും പുകവലിക്കരുത് എന്ന് എഴുതി വെച്ചാൽ ഉടനെ തന്നെ വലിക്കണമല്ലോ എന്ന ചിന്തയാണ് ഉണ്ടാകുക. എതിർച്ചിന്തുണ്ടാകുന്ന സ്വഭാവമാണ് മനുഷ്യൻ്റെത്. അതുകൊണ്ട് നിയമം തിന്മയെ ഓർമ്മിപ്പിക്കുകയാണ്. കൊല്ലരുത് എന്ന് പറയുമ്പോൾ കൊല്ലരുത് എന്ന് പറയുന്നതിനോടൊപ്പം കൊല്ലാനുള്ളൊരു പ്രതീതി ഉള്ളിൽ ജനിക്കും. ഹൃദയത്തിന്റെ തിന്മകൾ നമ്മെ നയിക്കുന്നത് അപ്രകാരമാണ്.
പക്ഷേ അവിടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചിരിക്കുന്നു. ഡിവിനിറ്റി ഇൻ ദി ഹ്യൂമനിറ്റി, ദൈവികത മാനുഷികതയിലേക്ക് നിറഞ്ഞിരിക്കുന്നു. ഈ മാനുഷികതയിലേക്ക് ദൈവികത നിറഞ്ഞതുകൊണ്ടാണ് നന്മ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ കൃപയുടെ കീഴിലാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് നാം വരണം. ക്രിസ്തുവിലാണ് നാം എന്ന് വരണം. അവിടെ നിന്ന് നാം ഏതവസ്ഥയിലും സ്നേഹിക്കുന്നു എന്ന ബോധമുണ്ടാകണം. അവിടെ നിന്ന് വന്നത് പാപികളെ തേടിയാണെന്ന ബോധം ഉണ്ടാകണം. അവൻ എന്നെ തേടി വന്നു, എനിക്ക് വേണ്ടി കുരിശി മരിച്ചു, എന്റെ നാഥനാണെന്ന് ഞാൻ ഓർക്കേണ്ടതുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ പോലും, വീണു പോകുമ്പോൾ പോലും അവനിലേക്ക് മുഖം തിരിച്ച് അവനെ നോക്കി, കർത്താവെ ഞാൻ വീണു പോകുന്നു, ഞാൻ പാപിയാണ് എന്ന് ഹൃദയം കൊണ്ട് ഒരാളേറ്റു പറയുമെങ്കിൽ നിശ്ചയമായും അവൻ കൈപിടിച്ചുയർത്തും. എന്റെയും നിങ്ങളുടെയും യോഗ്യത കൊണ്ടല്ല രക്ഷ ഉണ്ടായത്, ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ലോകത്തിലേക്ക് പാപവും മരണവും കടന്നു വരുന്നു. മറ്റൊരു മനുഷ്യന്റെ അനുസരണത്താൽ പാപത്തിന്റെ മേൽ വിജയം, മരണത്തിന്റെ മേൽ വിജയം. ക്രിസ്തുവിൽ ഈ വിജയം നമുക്ക് കരഗതമായിട്ടുണ്ട് എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ, നമ്മെ ബന്ധിച്ച കെട്ടിൽ നിന്ന് നാം വിമോചിതനായിട്ടുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിൽ ജീവിക്കാൻ നമുക്കാകൂ, നന്മയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയൂ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 32-ാം തിരുവചനം നമ്മോട് പറയുന്നുണ്ട്, ഞാൻ വന്നത് പാപികളെ വിളിക്കാനാണ്, പാപിയായിരിക്കെ നമ്മെ സ്വീകരിക്കാനാണ് കർത്താവ് വന്നത്. അവിടെ നിന്ന് നമ്മോട് കാണിച്ച അനുപമമായ സ്നേഹമാണ് ക്രിസ്തുവിനോട് സ്നേഹം പ്രഖ്യാപിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ക്രിസ്തുവിൽ നാം വിമോചിതരായിട്ടുണ്ടെന്നും അവൻ എനിക്ക് പരിഹാരമായെന്നും ബോധ്യമുണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി ക്രൂശിതനായ ഒരുവനോട് എന്റെ ഹൃദയത്തിലുണ്ടാകുന്ന സ്നേഹവായ്പിൽ നിന്നാണ് അനുതാപത്തിന്റെ തീ ഉള്ളി കത്തേണ്ടത്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിനുള്ള 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ പറയുന്നത്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. ആ പ്രസ്താവം വാസ്തവമാണ്, അത് യാഥാർത്ഥ്യമാണ് എന്ന് സ്ലീഹ പറയുന്നത് തന്റെ ജീവിതാനുഭവം വെച്ചുകൊണ്ടാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. ഇത് എല്ലാ പാപികളോടും ദൈവം കരുണ കാണിക്കുമെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, 10-18 വർഷം ദൈവമില്ലെന്ന് പഠിപ്പിച്ച ആളാണ് ഞാൻ. ദൈവത്തിനെതിരായ വഴികളിലൂടെ സഞ്ചരിച്ച ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ ലോകത്തിന്റെ വഴികളിലൂടെ ദൈവത്തിനെതിരായി സഞ്ചരിച്ചപ്പോഴും എന്നെ കൈവിടാതിരുന്നൊരുവനെ എനിക്ക് ബോധ്യമുണ്ട്. അവൻ കരുണാമയനാണെന്ന് എനിക്കറിയാം. എൻ്റെ കുറവുകൾ നോക്കി എന്നെ അളന്നു തൂക്കി ശിക്ഷിക്കുന്ന ഒരുവനല്ലെന്ന് എനിക്കറിയാം. അവൻ എന്നെ സ്നേഹിക്കുന്നവനാണെന്നറിയാം. എൻ്റെ ജീവിതത്തെ മുഴുവൻ ഉള്ളം കയ്യിൽ വഹിക്കുന്നവനാണെന്നറിയാം. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്നെ സ്നേഹിക്കുന്ന ഒരുവനോട് ഞാൻ കാണിച്ച അകൃത്യങ്ങളും അവനെതിരായി ഞാൻ ചെയ്ത പ്രവൃത്തികളും എന്നെ വേദനിപ്പിക്കാനിടയായത്. അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ തീയെരിഞ്ഞത്. എന്നെ സ്നേഹിച്ച് ഒരുവനെ സ്നേഹിക്കാൻ കഴിയാതെ പോയതിലുള്ള അഗാധമായ ദുഃഖം എന്നെ പിടികൂടിയത്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, തന്നിലേക്ക് ഒരാൾ തിരിയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. തന്നിലേക്ക് തിരിയുന്നവർക്കൊക്കെ ദൈവരാജ്യാനുഭവം, തന്നിലേക്ക് തിരിയുന്നവർക്കൊക്കെ വിമോചനമാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും. 1 യോഹന്നാൻ 2:2 അത് പറയുന്നുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. അതുകൊണ്ട് നാം എപ്പോഴെങ്കിലും വീണുപോയാൽ അവനിലേക്ക് തിരിഞ്ഞാൽ അവൻ നമുക്ക് മധ്യസ്ഥനായതുകൊണ്ട് നമുക്ക് പാപമോചനം. യോഹന്നാൻ ശ്ലീഹ തന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ പറയുന്ന, കുഞ്ഞുമക്കളെ, നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ദൈവദാന സന്നിധിയിൽ നിരന്തരമായി നമുക്ക് വേണ്ടി അവിടെ നിന്ന് മാധ്യസ്ഥം വഹിക്കുന്നുവെന്നും അതുകൊണ്ട് പാപത്തിന് വിജയം വരിക്കാൻ സാധ്യമല്ലെന്നും പാപം എന്നേക്കുമായി തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഓരോ നിമിഷവും നാം ഏറ്റുപറയുമ്പോൾ, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ പാപത്തിന്റെ ശക്തികൾ താഴ്ത്തപ്പെടുകയാണെന്നും പാപത്തിന്റെ മേലുള്ള ക്രിസ്തുവിന്റെ വിജയം ആഘോഷിക്കപ്പെടുകയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് പറ്റണം. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയോഗ്യതകൾ, നമ്മുടെ കുറവുകൾ ഏറ്റെടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് പാപി എന്ന നിലയ്ക്ക് ശിക്ഷിക്കപ്പെടാനിടയായത് ഓർക്കേണ്ടതുണ്ട്. ആ സ്നേഹത്തെ ഓർക്കുമ്പോഴാണ്, അനന്തകാരുണ്യത്തെ ഓർക്കുമ്പോഴാണ് പാപത്തിന്റെ വഴിയിൽ നിന്നും നമുക്ക് വിടുതലുണ്ടാകുക. നമ്മുടെ അകമേ വസിക്കുന്ന തിന്മയുടെ ശക്തികളെ അല്ലെങ്കിൽ പാപത്തിന്റെ മൂലകാരണങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയുക, അവനവനെ മറികടന്ന് ക്രിസ്തുവിന്റെ ആധിപത്യത്തിന് കീഴിലായി തീരാൻ കഴിയുക ഈ സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ മാത്രമാണ്. അതുകൊണ്ട് പാപിയാണെങ്കിലും വീണുപോയെങ്കിലും തകർന്നു പോകാതെ ഹൃദയത്തിനകത്ത് അവനുണ്ടെന്ന ബോധ്യത്തോടെ, കരുണാമയനായ അവൻ നമ്മെ രക്ഷിക്കുന്നു എന്ന ബോധ്യത്തോടെ അവനിലേക്ക് തിരിയാനും അവനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. അപ്പൊ തിന്മകൾ ഓടി അകലുമെന്നാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങളുടെ കരങ്ങൾ ശുചിയാക്കുവിൻ. സന്ദിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. അവന്റെ രക്തത്തിൽ വിമോചനമുണ്ട് എന്ന ബോധ്യത്തോടെ
ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാപാവസ്ഥയിലാണ്, വീണുപോയി, തകർന്നുപോയി, ഇനി വിമോചനമില്ല, ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ കഴിയുന്നില്ല എന്ന നിലയ്ക്ക് വിലപിക്കുകയല്ല വേണ്ടത്. അവനിലേക്ക് തിരിയുകയും അങ്ങനെ അവന്റെ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ കുറവുകളും അയോഗ്യതകളും ഏറ്റുപറഞ്ഞ് പാപിയാണെന്ന ബോധ്യത്തോടെ, അതേസമയം അവനിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും എന്ന ബോധ്യത്തോടെ ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമ്പോൾ നിശ്ചയമായും നമ്മൾ അനുഭവിക്കുന്ന പാപത്തിന്റെ ഏതുവിധമുള്ള ആധിപത്യത്തിൽ നിന്നും വിമോചിതരാകാൻ കഴിയും. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് മനം തിരിക്കുകയാണ് വേണ്ടത്, പരിതപിക്കുകയല്ല വേണ്ടത്. യേശുവിലേക്ക് മുഖം തിരിക്കുക, അവന്റെ മുറിവുകളിലേക്ക് നോക്കുക. എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എനിക്ക് പകരമായി നിന്ന് എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കുരിശിൽ മരിച്ച ഒരുവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിശ്ചയമായും അവന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കും. അവനോടുള്ള സ്നേഹം ഹൃദയത്തിൽ ജ്വലിക്കാനിടയാവുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പാപകരമായ എല്ലാ വഴികളിൽ നിന്നും വിമോചിതരാകാൻ നമുക്ക് സാധിക്കും. ഇനി ബലഹീനതകളാണ്. നമുക്ക് ബലഹീനരാണ്, 100 തരത്തിലുള്ള ബലഹീനതകൾ നമുക്കുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ബലഹീനതകൾ നമ്മൾ അംഗീകരിക്കാറില്ല. ആ ബലഹീനതകളെ ന്യായീകരിക്കുകയാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ കോപിക്കുന്നു, കലഹിക്കുന്നു, അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഏത് ബലഹീനതയാണെങ്കിലും നമ്മൾ പറയും ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ്, മനുഷ്യരായാലും ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെ സാമാന്യവൽക്കരിച്ച് കളയാനാണ് നാം ശ്രമിക്കുക. അതിന് പകരം നമ്മുടെ ബലഹീനതയെ തിരിച്ചറിയുകയും ക്രിസ്തുവിലേക്ക് തിരികുകയും ചെയ്യാൻ ചെയ്താൽ നിശ്ചയമായും ബലഹീനതകളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. യെശയ്യാപ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് മത്തായി സുവിശേഷം 8-ാം അധ്യായം 17-ാം തിരുവചനം നമ്മോട് പറയുന്നത്. യെശയ്യാപ്രവചനം നിറവേറുകയാണ് ക്രിസ്തുവിൽ. അവൻ നമ്മുടെ അകമേ വസിക്കുകയും നമ്മുടെ ബലഹീനതയിൽ പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ലെന്ന അവസ്ഥയിൽ നമ്മുടെ ആത്മാവ് തന്നെ നെടുവീർപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നുവെന്ന് റോമർ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബലഹീനാവസ്ഥകളെ നാം ഓർക്കണം. കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് നമ്മൾ. നമുക്ക് പലതും നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യാൻ സാധിക്കണമെന്നില്ല. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 9-ാം തിരുവചനത്തിൽ തന്റെ ഒരു ബലഹീനത എടുത്തു മാറ്റണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പൗലോസ്ലീഹയോട് കർത്താവ് പറയുന്നുണ്ട്, നിനക്കെന്റെ കൃപ മതി. ബലഹീനതയിലാണ് എന്റെ ശക്തി വെളിപ്പെടുക. കർത്താവിന്റെ ശക്തി എപ്പോഴാണ് വെളിപ്പെടുക? നമ്മുടെ കുറവുകളിലും പോരായ്മകളിലുമാണ്. സ്വഭാവേന നാം കോപിക്കാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ഒരു ബലഹീനതയെ ജയിച്ച അനുഭവം നമുക്കുണ്ടാകുക? സ്വാഭാവികമായി ലോകമോഹങ്ങളിലേക്ക് തിരിയാത്ത ഒരു മനസ്സാണ് നമ്മുടേതെങ്കിൽ എങ്ങനെയാണ് ലോകത്ത് ജയിച്ച ഒരു അനുഭവം നമുക്കുണ്ടാകുക? ക്രിസ്തുവിന്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകുന്നപ്പോഴാണ് നമുക്ക് കഴിയുന്നില്ല, നമുക്ക് കോപിക്കാതിരിക്കാൻ കഴിയുന്നില്ല, നാം കോപിച്ചു പോകുന്നു. ആ സമയത്ത് ആ കോപത്തിനെതിരായ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ദീർഘക്ഷമയുടെ ഒരു ഹൃദയം നമുക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ നാം തന്നെ വിസ്മയിക്കും. വ്യക്തിപരമായ ദൈവാനുഭവത്തിന്റെ വേദിയാണ് ബലഹീനത എന്ന് മനസ്സിലാക്കണം. വ്യക്തിപരമായ ഒരു വേദിയാണ്. നമുക്കൊരു ബലഹീനതയുണ്ട്, ആരോടും പറയാതെ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെച്ച് ബലഹീനനാണെന്ന് കാണിക്കാതെ ആരെങ്കിലും ഇത് തിരിച്ചറിഞ്ഞാൽ ഇതൊരു മാനുഷികമായ സമാനതയാണെന്ന് പറഞ്ഞ് നീതീകരിച്ച് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന നിരവധിയായ ബലഹീനതകൾ നമുക്കുണ്ട്. മറ്റുള്ളവർ പലതരത്തിൽ അത് മനസ്സിലാക്കുന്നുണ്ടാകാം, പക്ഷെ നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കാറില്ല. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് കരുതുന്ന പല പ്രവൃത്തികൾക്കകത്തും ഈ ബലഹീനതയുണ്ട്. ആ ബലഹീനത കർത്താവിന്റെ ആത്മാവിനാൽ നമ്മിൽ നിന്നും നീക്കപ്പെടുന്നുവെന്നും കൃപയാൽ നാം നിറയുന്നുവെന്നും ആ കൃപ കൊണ്ട് നമുക്കതിനെ അതിജീവിക്കാൻ കഴിയുന്നുവെന്നും വന്നാൽ നാം വ്യക്തിപരമായി ദൈവത്തെ അനുഭവിക്കും. ഭൗതികമായ ഏതൊരു നേട്ടം ഉണ്ടാകുന്നതിനേക്കാളും ഹൃദയാനുഭവമായി മാറുന്നത് ബലഹീനതയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കർത്താവ് പറയാണ്, ബലഹീനതയിലാണ് എന്റെ ശക്തി വെളിപ്പെടുക. ബലഹീനതയിൽ ആ ശക്തി വെളിപ്പെടുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിനകത്ത് ദൈവത്തെ അനുഭവിക്കാനുള്ള ഒരു വഴി. അതുകൊണ്ട് ബലഹീനതകളെ കുറിച്ച് പരിതപിക്കുകയല്ല വേണ്ടത്, ആ ബലഹീനതകളിൽ കൃപ നിറയ്ക്കണമേ, കൃപയാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് കൃപ നിറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-10 തിരുവചനങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി കൃപയാൽ. വിശ്വാസമാണ് കൃപയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനിലേക്ക് തിരിയുക, അവന്റെ കൃപാസമൃദ്ധി അനുഭവിക്കാൻ കഴിയും. ആ കൃപ വഴി രക്ഷയിലേക്ക് നമുക്ക് കടക്കാനും കഴിയും. ഹെബ്രായർ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 15-ാം തിരുവചനം പറയുകയാണ്, ബലഹീനതയിൽ നമ്മെ അപഹസിക്കുന്നവനല്ല, സഹതപിക്കാതിരിക്കുന്നവനല്ല നമ്മോട് കൂടെയുള്ളത്. മഹാപുരോഹിതനായ ക്രിസ്തു ബലഹീനതകളിൽ നമ്മോടൊപ്പം
ചേർന്ന് നിൽക്കുന്നവനാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ബലഹീനാവസ്ഥകളിൽ സഹതപിക്കാൻ അവന് കഴിയും, ചേർന്ന് നിൽക്കാൻ അവന് കഴിയും. അവനിലേക്ക് തിരിയുകയാണ് ആവശ്യം. ആ ബലഹീനതയിൽ ദൈവകൃപയുടെ അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് പോലും നമ്മുടെ ബലഹീനതകളെ ദൈവത്തിന്റെ സന്നിധിയിൽ തുറന്നു വെച്ച്, കർത്താവെ, കൃപാസമൃദ്ധി, ദൈവികത മാനുഷികതയിലേക്ക് നിറയുന്ന ആ അനുഭവം എനിക്ക് നൽകണമേ. അപ്പോഴാണ് ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുക. ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ജീവിതം ദൈവികമായ ഒന്നായിട്ട് മാറുക. നമ്മുടെ ഭൗതികത ആത്മീയതയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നല്ല. ആത്മീയത കൊണ്ട് പ്രകാശിക്കണം ഭൗതികത. ഭൗതികതയിൽ ആത്മീയത പ്രകാശിക്കുമ്പോഴാണ് ക്രിസ്തുവാകുന്ന പ്രകാശം ലോകത്ത് നമ്മിലൂടെ പ്രസരിക്കപ്പെടുക. അങ്ങനെയാണ് സാക്ഷ്യമായിട്ട് നമ്മൾ മാറുക. ഇനി ജീവിതത്തിൽ രോഗിയാണോ നിങ്ങൾ? രോഗത്തിന്റെ തകർച്ചയിലാണോ? ശരീരമാകെ തകർന്നു, ബലം ക്ഷയിച്ചു, ഇനി മുൻപോട്ട് പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചാണോ ജീവിക്കുന്നത്? വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 31-ാം തിരുവചനം പറയുന്നു, അവിടെ നിന്ന് വന്നത് രോഗികളെ തേടിയാണ്. അവിടെ നിന്ന് രോഗികളെ തേടിയാണ്. നമ്മുടെ കുറവുകളിലേക്ക്, പരിമിതികളിലേക്കാണ് അവിടെ നിന്ന് വന്നത്. ശരീരത്തിന്റെ പരിമിതികളിലേക്ക്. ശരീരത്തിന്റെ പരിമിതികളിലേക്ക് ക്രിസ്തു വന്നത് ശരീരത്തെ പരിമിതികളിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടിയാണ്. ശരീരത്തിന്റെ പരിമിതികളിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി ആഗതനായ ക്രിസ്തു നമ്മെ സൗഖ്യപ്പെടുത്തുന്നവനാണ്, സൗഖ്യദായകനാണ് എന്ന് ആദ്യം തിരിച്ചറിയണം. ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ എന്തിനാണ് രോഗമെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. ഇത് മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ്. ഓരോ രോഗാവസ്ഥയും തിരിച്ചറിയണം. എന്റെ കുറവുകളും രോഗങ്ങളും ശാരീരിക പരിമിതികളും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരമായിട്ട് തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായും ദൈവം പ്രവർത്തിക്കുന്ന അനുഭവം എനിക്കുണ്ടാവും. അത് തിരിച്ചറിയാതെ പോകുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും രോഗം നമ്മെ അടിമപ്പെടുത്താൻ കാരണം. 1 പത്രോസ് 2:24 അവിടെ നിന്ന് നമ്മെ സുഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 2:24 പറയുന്നു, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. ഇത് കഴിഞ്ഞ കാര്യമാണ്. യേശുക്രിസ്തു 2000 വർഷം മുമ്പ് കുരിശിൽ മരിച്ചപ്പോൾ അവിടെ നിന്ന് നമ്മെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് മുൻകൂട്ടി തന്ന ഈ സൗഖ്യത്തെ ജീവിതാനുഭവമാക്കാൻ നമ്മുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് തിരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് രോഗാവസ്ഥകളെക്കുറിച്ച് പരിതപിക്കാതെ, നിരാശപ്പെടാതെ, അതിൽ തകർന്നു പോകുമെന്ന് കരുതാതെ, ക്രിസ്തുവിന്റെ വരവ്, ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇടപെടൽ ഏത് നിമിഷവും എനിക്ക് അനുഭവിക്കാൻ കഴിയണം. അവിടെ നിന്ന് മുൻപേ അത് ചെയ്തിട്ടുണ്ട്, എന്നെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, കുരിശിൽ എനിക്ക് വിമോചനം തന്നിട്ടുണ്ട്. ആ വിമോചനം, സൗഖ്യാനുഭവം എനിക്കിപ്പോൾ നൽകണമേ. ആ സൗഖ്യാനുഭവം എനിക്കിപ്പോൾ നൽകണമേ. എന്നെ തേടി വന്ന് എന്നെ വിമോചിപ്പിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച രക്ഷകനായ മിശിഹ തന്റെ മുറിവുകളാൽ എനിക്ക് തന്ന സൗഖ്യം എനിക്കിപ്പോൾ അനുഭവമാക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ പരിണാമമല്ല വേണ്ടത്, അവനുള്ള പ്രത്യാശയും ഉറപ്പുമാണ്. ക്രിസ്തുവിലേക്ക് മുഖം തിരിക്കുകയാണ് ഏത് തകർച്ചയിലും വിമോചനാനുഭവത്തിന് ആവശ്യമായിട്ടുള്ളത്. ലോകത്ത് നമ്മെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപമാനങ്ങൾ. മറ്റുള്ളവർ നമ്മൾ അപമാനിക്കുന്നു, നമുക്കതിലില്ലാ കഥകൾ പറയുന്നു, വ്യാജങ്ങൾ ചമയ്ക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ തകർന്നു പോകും, നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ വരും. യേശുക്രിസ്തു അപമാനിതനായിടത്തോളം അപമാനിതരായ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ നല്ലവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മളെക്കുറിച്ച് 2 കുറ്റം പറയുന്നത്. നമുക്ക് അവർ കാണാത്ത 100 കുറ്റങ്ങളുണ്ട്. നമ്മുടെ 2 കുറ്റങ്ങൾ അവർ പറയുമ്പോൾ അവരറിയാത്തതും അവർ പറയാത്തതുമായ 100 കുറ്റങ്ങൾ നമുക്കുണ്ട്. ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ ഈ 100 കുറ്റങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർ പറഞ്ഞ 2 വ്യാജങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ 100 കുറ്റങ്ങൾക്ക് കുറവായിട്ട് പരിഹാരമായിട്ട് മാറും. എങ്ങനെയാണെങ്കിൽ ആ അപമാനങ്ങളെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ. ഈശോ പറയുകയാണ് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിൽ, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ആക്ഷേപം ഉണ്ടാകുമ്പോൾ, എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങൾ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാരെ അവരിങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ അപമാനങ്ങൾ സ്വീകരിക്കുവിൻ. അപമാനങ്ങൾ സ്വീകരിക്കുന്ന മനോഭാവം ഉണ്ടാകുമ്പോൾ സ്വയം നീതീകരിക്കാതെ, അതിനെ എതിർക്കാതെ, മറ്റുള്ളവരുമായി എതിരിടാതെ ശാന്തരായി നമ്മൾ അപമാനങ്ങളെ സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിലായിത്തീരും. യേശുക്രിസ്തു ദൈവദൂഷണം പറയുന്നുവെന്നും അവൻ മാനസിക രോഗിയാണെന്നും പിശാച് ബാധിതനാണെന്നും അപമാനങ്ങൾ ഏറെ ഉണ്ടായി. ക്രിസ്തു അതിനെതിരെ പ്രതികരിക്കുന്നില്ല, ക്രിസ്തു അതിനെതിരെ തിരിയുന്നില്ല. യേശുക്രിസ്തു തനിക്കെതിരെ ഉണ്ടാകുന്ന അപമാനങ്ങളിൽ പിതാവിന്റെ മുഖം കാണുന്നു. ആ പിതാവിന്റെ മുഖം കാണുന്നത് കൊണ്ട്, താൻ പിതാവിന്റെ മുമ്പിലാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ക്രിസ്തുവിന് ലോകത്തിന്റെ വിധികളെ മാനിക്കേണ്ടതില്ല. അതുകൊണ്ട് അപമാനം ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ആശ്വാസം അടുത്തെത്തിയിരിക്കുന്നു. അവന്റെ സാന്നിധ്യം നമ്മിലുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ ഈ അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടുപോകുന്നത്. ലോകം നമ്മെ അംഗീകരിക്കുമ്പോൾ നാം ലോകത്തിലേക്ക് തിരിയും, ലോകം നമ്മെ തിരസ്കരിക്കുമ്പോൾ നാം ഹൃദയത്തിനകത്തേക്ക് തിരിയും, ഹൃദയത്തിനകത്തേക്ക് തിരിയുമ്പോൾ ദൈവത്തെ കാണും.
ഈ ലോകത്തിന്റെ എല്ലാ സാധ്യതകളും അടയുമ്പോൾ മാത്രമേ ക്രിസ്തുവിലേക്ക് തിരിയാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ട് ഒറ്റപ്പെടുമ്പോൾ, എല്ലാവരും അപമാനിക്കപ്പെടുമ്പോൾ, കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ പതറിപ്പോകാതെ ക്രിസ്തുവിലേക്ക് തിരിയാൻ നമുക്ക് പറ്റണം. ഈശോ പറയുന്നുണ്ട്, എല്ലാവരും എന്നെ കൈവിട്ടു പോകും, പക്ഷെ ഞാൻ ഏകനല്ല, ഞാനും പിതാവും ഒന്നാണ്, പിതാവിന്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യം ഹൃദയത്തിലുണ്ടാവുമ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മളെ തിരസ്കരിച്ചാലും ഏത് ഏകാന്തതയും ഒറ്റപ്പെടലും ഒരു ദൈവാനുഭവത്തിന്റെ വേദിയായിട്ട് മാറും. മറ്റുള്ളവരൊക്കെ നമ്മെ തള്ളിക്കളയുകയും കൈവിട്ടുകളയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു അനുഭവത്തിലേക്കുള്ള വിളിയായിട്ട് കാണാൻ പറ്റണം. യേശുവിന്റെ സ്നേഹാനുഭവത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയായിട്ട് കാണണം. ലോകം നമ്മെ സ്നേഹിക്കുമ്പോൾ, ലോകം നമ്മെ ബഹുമാനിക്കുമ്പോൾ, എല്ലാവരും നമ്മെ ആദരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ നാം അറിയാതെ തന്നെ അഹങ്കാരത്തിലേക്ക് പോകും. മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തി അപമാനിക്കുകയും ചെയ്യുമ്പോൾ നാം നമ്മുടെ തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിശ്ചയമായും ദൈവസന്നിധിയിൽ സ്വീകാര്യരായി മാറും. ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സാമ്പത്തികമായി തകർന്നോ, രോഗിയായിട്ടോ, മനം തകർന്നോ, അപമാനിതനായിട്ടോ, കുറ്റപ്പെടുത്തപ്പെട്ടോ, പാപത്താൽ തന്നെ തകർക്കപ്പെട്ടോ, ഏത് സാഹചര്യത്തിലാണെങ്കിലും അവനിലേക്ക് മുഖം തിരിക്കുകയും അവനിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുകയും അവനെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യണം. ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള അവസരമാണ്. പാപാവസ്ഥയുടെ കെട്ടിൽ ഈ നിമിഷത്തിൽ, നിങ്ങൾ തകർന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളിൽ വസിക്കുന്ന ഒരാൾ, നിങ്ങളുടെ സ്നേഹിതനായ ഒരാൾ, നിങ്ങളുടെ രക്ഷകനും വിമോചകനുമായ ഒരാൾ നിങ്ങളോടൊപ്പമുള്ളത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അവൻ വെറും സമീപസ്ഥനല്ല, ഹൃദയേശ്വരനാണ്, നിങ്ങളിൽ വസിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിൽ ദൈവകൃപയുടെ അനുഭവത്തിലേക്ക്, സ്നേഹാനുഭവത്തിലേക്ക്, രക്ഷയുടെ ആനന്ദത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള സമയമായി എന്നാണ് ഓരോ തകർച്ചയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തകർച്ചകളിലേക്ക് മിഴിനട്ടിരിക്കാതെ തകർച്ചകൾക്ക് മധ്യേ ഉയർപ്പാകുന്നവനിലേക്ക് മെഴുതിരിക്കണം. അവൻ അകമയാണ്, അകലെയല്ല. അവൻ നിങ്ങളിലുണ്ട്, നിങ്ങളിൽ പ്രവർത്തിക്കാൻ ശക്തനാണ്. അവൻ നിങ്ങളുടെ മേൽ രാജാവായി വാഴുന്നു. ഈ വിശ്വാസത്തിലേക്ക് ഹൃദയത്തെ ഉണർത്താം. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാം. തകർച്ചയുടെ ഈ നിമിഷത്തിൽ, ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ സ്നേഹാനുഭവം നിങ്ങൾക്ക് ആവോളം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം രക്ഷയുടെ ആനന്ദം അനുഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.